കണ്ടപ്പോ അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രി എന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലെ രാത്രി കരിമിഴിയുള്ള കളവാണി കണ്ടുകൊണ്ടൊരു കണ്ടപ്പോ ചിരിക്കല പെണ്ണെ കല്യാണി ഭാരത പുള്ളി എന്നെ കണ്ണിലെ നിറം കണ്ട് ഇവളുടെ ഒരുക്കം കഴിയുമ്പോഴേക്കും എന്റെ അവസാനമാണ്. എന്റെ സുന്ദരി ഭാര്യയെ ഒരുങ്ങിയത് മതി, വാ സമയായി. നിങ്ങളെ ആരും കല്യാണത്തിന് നോക്കൂലെന്ന് വെച്ച് എന്നെ എല്ലാവരും നോക്കുന്നതാ. എന്താടി പെണ്ണുമുള്ള നീ അങ്ങനെ പറഞ്ഞേ? നിനക്കെന്നെ കുറിച്ച് അറിയാൻ കിട്ടാ. ഐ ആം വേൾഡ് വൈഡ് ഹാൻസം. ഉണ്ടം പോരി, വേൾഡ് വൈഡ് ഹാൻഡ്സ് അല്ല, വേൾഡ് വൈഡ് വായുമോക്കിയാ നിങ്ങള്. ദേ അനാവശ്യം പറയരുത്. ഞാൻ നിന്റെ മുഖത്തല്ലാതെ വേറെ ആരുടെയും മുഖത്ത് ഇതുവരെ നോക്കിയിട്ടുണ്ടോ? ആ വീട്ടില് അതന്നെ ഞാൻ പറഞ്ഞേ, നിങ്ങളെ ഭാര്യയുടെ മുഖത്തേ നോക്കൂ, ബാക്കിയുള്ളവട്ടെ. അരുത് അരുത് അരുത്. ഇത് കുടുംബങ്ങൾ കൊണ്ടാടും റിയാലിറ്റി ഷോ ആണ്. നമ്മൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ FF പോകുന്നത് മുഴുവൻ ബാഡ് വേർഡ്സിലായിരിക്കും. അതിരിക്കട്ടെ, ഞാൻ റെഡിയായി. ഇനിയിപ്പൊ റെഡി ആയില്ലെന്ന് പറയണ്ട, വാ പോകാം. കാർക്കി എടുത്തല്ലോ. മഹാറാണീന്റെ ഒരുക്കം കഴിഞ്ഞെങ്കിൽ വന്നോളൂ. കാർക്ക് കയറി ടേബിള് വെച്ചിട്ടുണ്ട്, പോയി എടുക്കാം. പിന്നെ അവള് വരുന്നില്ലേ? ആര് വരുന്നില്ലേന്ന്? ശ്രീയോ? അവള് വരില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ. ശ്രീ വരൂലെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ച ലിച്ചുവിന്റെ കാര്യം. അവളാണല്ലോ ഇങ്ങനെയുള്ള കല്യാണത്തിനൊക്കെ പോയി സോൾമേറ്റിനെ തരുന്നേ. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. നിങ്ങൾ ഈ വളം വെച്ച് കൊടുത്തിട്ട് അവൾ ഇങ്ങനെ ആയത്. വളം വെച്ചു കൊടുക്കാനാ? വളം വെച്ചു കൊടുക്കാത്തത് തെങ്ങന്തയാണോ? ബെസ്റ്റ്. ഞാനൊന്നും വരുന്നില്ല കല്യാണത്തിന്, എനിക്കൊന്നും വയ്യ വന്ന് നാണം കേടാൻ. അശ്ശേ, എന്റെ ഭാര്യ ഇങ്ങനെ പിണങ്ങല്ലേ. ഇങ്ങ് വന്നട കുട്ട. കൈക്കേറി പിടിക്കുന്ന പണിയൊന്നും വേണ്ട. കൈക്കേറി പിടിച്ചാൽ നിങ്ങൾ എങ്ങോട്ടാ വരികയെന്ന് എനിക്കറിയാം. മാറി നിൽക്ക മനുഷ്യ. 2026 ആയിട്ടും കൽപ്പന രക്ഷയല്ല. ശ്രീകുട്ടി ഇങ്ങ് വന്നേടാ. ഞാൻ വരുന്ന ചേട്ടാ. പിന്നെ അല്ലാതെ കല്യാണത്തിന് ഞങ്ങളാണ് കല്യാണം ചെക്കനും കല്യാണം വേണമെന്ന് വിചാരിക്കും. കൊണ്ട് ശ്രീകുട്ടി നിനക്കും വരാലോ കല്യാണത്തിന്. ഞാനില്ല ഏട്ടാ, നിങ്ങൾ വെക്കോ. അവരുടെ ഓരോരുത്തരുടെ സംസാരം കണ്ടാ ഞാൻ എന്തേലും വിളിച്ച് പറയും. പിന്നെ ശരി, മോള് ഇവിടെ ഇരുന്നു. സാരല്ല, ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ കൂടെ. ആ എനിക്ക് പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. മോളോടെ ഇരുന്നു. പിന്നെ ആ നീർക്കോലും എവിടെ? അവളവിടെ ഉണ്ട്, ഒരുങ്ങിക്കൊണ്ടിരിക്ക. എന്റെ പുണ്യാളച്ചോ, ഇതെന്താണ് നിങ്ങളുടെ കല്യാണമല്ലോ ഇത്? ആ എന്താ ഇച്ചേച്ചി, നിങ്ങളെ എപ്പോഴും ഗുരുവായൂരപ്പനല്ലേ വിളിക്കുക, ഇപ്പൊ എന്റെ പുണ്യാളച്ചനെ കയറി വിളിക്കുന്നേ? പിന്നെ എത്രയെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ ബുദ്ധിമുട്ടിപ്പിക്കുക. ഇനിയിപ്പൊ പുണ്യാളച്ചനെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കാം. ഓ എനിക്ക് വേറെ സമയാവുന്നില്ല. മതി വാ. ശ്രീകുട്ടി നീ ഒന്ന് അവളെ ഇങ്ങനെ വിളിച്ചിട്ട് വന്നേ. ഞാൻ വിളിച്ചിട്ട് വരാം അവളെപ്പോ തന്നെ. ലച്ചു ലച്ചു. അതെന്താ ചേച്ചി അങ്ങനെ ഒരു പറച്ചില്? ചേച്ചിക്ക് ഒരു കാര്യം അറിയും, എന്റെ കല്യാണം അല്ലെങ്കിൽ പോലും ഈ നാട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലെ കല്യാണ പത്രിക പെറുക്കി എടുത്ത് എവിടെ കല്യാണം എപ്പോ കല്യാണം നോക്കി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് യൂട്യൂബിലെ വീഡിയോ കണ്ട് സാരി അഴിയത്ത പോലെ ഉടുത്ത് ഇല്ലാത്ത പൈസക്ക് 10 മേക്കപ്പ് വാങ്ങി മൂഞ്ചിൽ അടിച്ച് നടക്കാൻ പറ്റിയിരുന്ന പോലും പട്ടിശാക്ക് വേണ്ടി ഹീൽസ് ധരിച്ച് ലോ ഒന്ന് കല്യാണത്തിന് അലഞ്ഞ് അവിടെയുള്ള ആന്റിമാരുടെ മുന്നിൽ പട്ടിശ കാണിച്ച് ലിപ്സ്റ്റിക്ക് പോകാതിരിക്കെ ചോറ് പോലും പ്രസാദം പോലെ നക്കി നക്കി കഴിക്കുന്ന എന്റെ കല്യാണം അല്ലല്ലോ എന്നാണ് ചേച്ചി പറഞ്ഞത്. എന്റെ കല്യാണം അല്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും എന്റെ കല്യാണം അല്ലാന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ലിച്ചു, വരെ നിനക്ക് കുറച്ച് ഓവറാവുന്നുണ്ടേ. നിനക്ക് നിന്റെ സോൾമേറ്റിനെ തേടി പോകാൻ വേണ്ടിട്ട് കാണിക്കുന്ന കത്തിവേഷത്തിന് VIP സിനിമയിലെ ഡയലോഗ് കുറച്ച് ഓവറല്ലേ?
ചേച്ചി, എനിക്കൊരു നല്ല സോൾമേറ്റിനെ കിട്ടിയാലല്ലേ എന്റെ ചേച്ചിക്ക് ഒരു നല്ല ചെറുക്കനെ കിട്ടുള്ളൂ. പിന്നെ നീ നിനക്കാദ്യം ചെറുക്കനെ കണ്ടുപിടിക്കും, എന്നിട്ട് മതി എന്റെ കാര്യം. ചേച്ചി നോക്കിക്കോ, നമ്മളെ പോലെ സ്നേഹവും സൗഹൃദവും രണ്ട് ബ്രദേഴ്സിനെ ഞാൻ കണ്ടുപിടിച്ച് അവരെ തന്നെ കല്യാണം കഴിച്ച് പിള്ളേരുമായിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും. ഓ തങ്കത്തൊക്കെ വെക്കത്ത് പറയേ. ഹാ വന്നല്ലോ കത്തിവേഷത്തില്. കൊത്തിവേഷോ? അതിങ്ങളെ കെട്ടിയോ? നോ 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 നോ, അത് കത്തിവേഷമല്ല, അതാണ് പുട്ടിവേഷം. പുട്ടിവേഷോ? ആ അത് നിങ്ങളുടെ അമ്മയെ ചെന്ന് വിളിച്ചാ മതി. എന്താ ഇവിടെ രാവിലെ തന്നെ ഒരു അമ്മയ്ക്ക് വിളിയൊക്കെ? അമ്മേനെ പുട്ടിവേഷം എന്ന് പറഞ്ഞു ഈ നീചയായ സ്ത്രീ. അയ്യോ അമ്മ, ഞാനത് എന്നെ വിളിച്ചപ്പോ ഒരു പ്രാസത്തിന് പറഞ്ഞതാ, സോറി അമ്മേ. അതൊക്കെ ശരി. നിങ്ങളാരും ഇറങ്ങുന്നില്ലേ? ഇറങ്ങാൻ നിന്നതാമേ, ഈ കുരുട്ടടയ്ക്ക് വൈകിയതുകൊണ്ടാ. നോക്കമ്മ എന്നെ വിളിക്കുന്ന കേട്ടില്ലേ? എടാ നിന്റെ അനിയത്തിനെയാണ് എങ്ങനെയൊക്കെ വിളിക്കുന്നേ? അവള് സുന്ദരിയല്ലേ? അപ്പൊ ഞാനോ അമ്മേ? എന്റെ മോൾ അതിനേക്കാൾ സുന്ദരിയല്ലേ? അപ്പൊ ഞാനോ അമ്മേ? നീ എന്റെ ഐശ്വര്യറായല്ലേ? അതെ, ഞാൻ അഭിഷേക് ബച്ചൻ അല്ലേ അമ്മേ? ആ പിന്നെ അഭിഷേക് ബച്ചനല്ല, മുച്ചൻ. പോയടാ അങ്ങോട്ട്. ഇളിക്കണ്ട തള്ളയാണെന്ന് നോക്കില്ല, വൃദ്ധസദനത്തിലും കൊണ്ടാക്കും ഞാൻ, കേട്ടല്ലോ. ഞാൻ പോണു, വരുന്നവരുണ്ടെങ്കിൽ വാ. അവിടെ നിക്കേട്ടാ, ഞാനും വരുന്നേ. ആ അമ്മേ ശ്രീകുട്ട, പോയിട്ട് വരാം. ബൈ ബൈ. അച്ഛനെ നോക്കിക്കോണേ. ബൈ. എന്റെ പൊന്നു വെച്ചു, നിനക്ക് ഈ ചെറുക്കനെ തരുന്ന വല്ല മാട്രിമോണിയിലും തിരഞ്ഞാ പോരെ? എനിക്ക് ഈ മാട്രിമോണിയിൽ അഴുക്ക് ചെക്കന്മാരൊന്നും വേണ്ട. എന്റെ ചെറുക്കൻ എന്റെ മുന്നിൽ തന്നെ വരും. മേരാ സ്വപ്നത്തിലെ കിങ് ആണ് അവൻ, കിങ്. എന്തോന്ന് അപ്പത്തിന് പിന്നാണെന്നോ? അപ്പല്ലേ നിങ്ങളുടെ അപ്പന്റെ, സോറി അച്ഛാ, അപ്പത്തിലെ പിന്നല്ല മിസ്റ്റർ, സ്വപ്നത്തിലെ കിങ്. ഓഹോ, ഞാൻ കരുതി നിന്റെ ചേടത്തി രാവിലെ ഉണ്ടാക്കുന്ന അപ്പത്തിന് പിന്നെ കിട്ടിയത്. വണ്ടി എടുത്ത് നിങ്ങളുടെ ഈ അളിഞ്ഞ കോമഡി വെച്ചിട്ടാണ് നിങ്ങൾ ആ കല്യാണത്തിന് വരുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നടക്കും. ഇനിയും ഞാൻ വായി തുറന്ന് ഇവിടെ ചോറിൽ വിഷം നിലക്കും. ഞാൻ വെറുതെ ഇരിക്കാം, അല്ല ഞാൻ ചുമ്മാ ഇരിക്കാൻ ഭാര്യ. ഈ ഭർത്താക്കന്മാരെയൊക്കെ സമ്മതിക്കണം. എന്താ മനുഷ്യ, നിങ്ങൾ എന്തായാലും പറഞ്ഞോ? ഞാനെന്താ പറയാ, ഞാൻ പാട്ട് പാടുന്നു. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീ ഇപ്പൊ മൂടി കാറോടിച്ചില്ലേ, ഞാൻ തല പൊട്ടിക്കും ഭർത്താവേ. ആ ബെസ്റ്റ്, ഞാൻ ഇനിയൊന്നും മിണ്ടുന്നില്ല. ലച്ചു, നമ്മള് കല്യാണ മണ്ഡപം എത്തി. നിന്റെ കോഴിത്തരമൊക്കെ കുറച്ച് വെച്ചേക്കണം. ഇതെന്റെ ബിസിനസ് പാർട്ട്ണറിന്റെ കല്യാണമാണ്, ഹൈ പാർട്ടീസ് വരുന്നതാ. സോ ഷോ സം റെസ്പെക്ട്. ഓ ശരി മുതലാളി, നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞാൻ ഇരുന്നോളാവേ. ഓ ഇവളിത് കൊളമാക്കും. ഹേ ഹബി. അപ്പിയാ? ഓ അപ്പില്ല മനുഷ്യ, ഹബീന്ന്. ഇങ്ങ് വാ, പോകാം. അയ്യോ, ഇവരിത് കൊളമാക്കും. ആ ഇതായത് വരുൺമോനും പ്രീത കൊച്ചല്ലേ? അച്ഛൻ വന്നില്ലേ? ആ ഇല്ല ശാരദേച്ചി, അച്ഛന് മുത്തശ്ശിയില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചിട്ട് അവൻ വന്നില്ല. ഞങ്ങള് ചെറുക്കനെയും പെണ്ണിനെയും കണ്ടിട്ട് വരാം ശാരദേച്ചി. ശരി. ഹോ, അവരുടെ ഒരു സാമർത്ഥ്യം തന്നെ. മോനെയും വിട്ടിട്ട് അഴിഞ്ഞാടി നടക്കുക. ആ ശാരദേച്ചി, എന്താണ് സുഖല്ലേ? ആ ഇതാരും ലച്ചുമോളോ? മോളോടെ ഉണ്ടായിരുന്നോ? ആ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ആന്റിയുടെ അമ്മയ്ക്കല്ലേ ഈ ഇടയ്ക്ക് ബാത്റൂമിൽ നിന്ന് വഴിക്ക് വീണ് കാലൊടിഞ്ഞ്, എന്നിട്ട് അവരെ നോക്കാതെ ഭർത്താവിനെ പഴിഞ്ഞാട് കൊച്ചു കള്ളി. ഞാൻ ഇപ്പൊ വരാം മോളെ. ഓ ആയിക്കോട്ടെ, വളരെ ഉപകാരം. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആയിട്ടുള്ള രാഹുലേട്ടന്റെയും രേണുക ചേച്ചിയുടെ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു ഉഗ്രൻ ഡാൻസ്. ലിച്ചു, നീയും കൂടെ വാ, നമുക്ക് ഒന്നിച്ച് കളിക്കാം. പിന്നല്ല, ഞാനില്ലാത്ത ഡാൻസും. तू होगी 1 to 2, ओपी है 1 to 2, ओ हो गई मुंडे भी पतंगा वारगी, ओ मैंने उड़ी थी, ओ हो गई मुंडे भी हिलाते चलती, टुक टुक तू करती, मेकअप तू करती, अंग्रेजी पढ़ती, गिट पिट
അടുത്തതായിട്ട് നമ്മുടെ വരുൺ ദേവ്കുമാർ സാറുടെ അനിയത്തിയായിട്ടുള്ള ലക്ഷ്മി ദേവ്കുമാറിന്റെ ഒരു അടിപൊളി പാട്ട് കേൾക്കാം നമുക്ക്. ഹായ്, എന്റെ അതേ പേരുള്ള ഒരുത്ത്. അയ്യോ, അതെന്റെ അനിയത്തിയല്ലേ? അയ്യോ, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ടോടെ അറിയില്ല. ലച്ചു, നിനക്കിപ്പോ പറ്റിയ ചാൻസ് ആണ്. ഇവരെല്ലാം എല്ലാവരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഷോ കളിക്കാൻ പറ്റിയ ചാൻസാ ഇത് വിട്ടുകളയുന്നത്. ഏട്ടൻ മാനം കെടുത്തുന്നത് പോരാണ്ട് ഞാൻ അനിയത്തിയും കൂടെ എന്നെ മാനം കെടുത്താൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവുന്നത് നല്ലത്. ഹലോ, ആ കൊച്ചാ, അവിടെ കൊച്ചിനെന്തോ ഒച്ചിന്റെ സ്വഭാവം കേട്ടു. ഓ ഓ ഓ. ഷോ, എന്ത് സുന്ദരിയായ കൊച്ച്, എന്തോരം കഴിവുകളാ. പാടുമോളെ, നന്നായി പാടൂ. ഹലോ, എന്റെ പേര് ലക്ഷ്മി. ഞാൻ എന്റെ ഫേവറേറ്റ് പാട്ട് പാടാം. സ്വന്തം പറമ്പിലെ വാഴ കുലച്ചപ്പോൾ അച്ഛൻ എന്നെ നോക്കി ചിരിച്ചു. എനിക്ക് പകരം വാഴ മതി എന്ന ചിന്ത ഞാൻ അച്ഛനിൽ കണ്ടു. സ്വന്തം പറമ്പിലെ വാഴ കുലച്ചപ്പോൾ അച്ഛൻ എന്നെ നോക്കി ചിരിച്ചു. എനിക്ക് പകരം വാഴ മതി എന്ന ചിന്ത ഞാൻ അച്ഛനിൽ കണ്ടു. ചോറുണ്ണാൻ നേരത്ത് കൃത്യമായി എത്താൻ എന്താണെന്നറിയില്ല എനിക്ക് പറ്റും. ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്നുറങ്ങാൻ വല്ലാത്ത കഴിവെന്റെ ഉള്ളിലുണ്ട്. ദേഹം വിയർക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാ ഞാൻ ഇന്നും പണിക്കൊന്നും പോകാത്ത. താങ്ക് യു വെരി മച്ച്. മാഡം നല്ല ഉറക്കമാണല്ലോ. அந்த കുറച്ചു നേരം കൂടെ ഉറങ്ങായിരുന്നില്ലേ? കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചേട്ടാ, കളിക്കാതെ കാര്യം പറഞ്ഞേ. ചേട്ടനോട് ആരെയും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്റെ പെണ്ണമ്പിളെ കാണാൻ എനിക്ക് ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഓഹോ, ഞാൻ കല്യാണത്തിന് പോലാന്ന് അറിഞ്ഞിട്ട് വേണോന്ന് വെച്ച് നിങ്ങൾ കയറി വന്നല്ലേ? പിന്നല്ലാതെ എനിക്ക് എന്റെ ഭാര്യനെ കാണണമെങ്കിൽ എങ്ങനെയൊക്കെയല്ലേ വരാൻ പറ്റത്തുള്ളൂ. പ്രണവേട്ട മതി, ചെല്ലാൻ നോക്ക്. അമ്മ എങ്ങനെ കണ്ട പിന്നെ പ്രശ്നമാവും. ഓ പിന്നെ, എന്റെ തന്ത നിന്റെ ചേട്ടനും കൂടെ കല്യാണ ദിവസം അടിയുണ്ടാക്കി നമ്മുടെ കല്യാണം നിർത്തിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്റെ പെണ്ണുപിള്ളെ പിന്നെ കാണണ്ടേ? ചേട്ടനോട് ആരാ എന്റെ ഏട്ടനെ തല്ലാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ കല്യാണം നിന്നെ. പിന്നെ എന്റെ അച്ഛനെ തല്ലാൻ വന്നവനെ ഞാൻ മടി വെച്ച് കൊഞ്ചിക്കണം. തീ വാശിയും വൈരാഗ്യൊക്കെ വേഗം നിർത്തിക്കും. അല്ലെങ്കിൽ തന്നെ ലച്ചുവും ചേട്ടനും കൂടെ ഞങ്ങളെ രണ്ടിനെയും ഒന്നിച്ച് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എന്റെ പെണ്ണിനെ എന്റെ അടുത്തൊന്ന് തട്ടിപ്പറിക്കാൻ ഒരുത്തനും പറ്റില്ല. You are right. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോയിട്ടാ. ബൈ ബൈ. നിന്നെ ഞാൻ വൈകാതെ എടുത്തോളാടി. പതുക്കെ ചെല്ലേ. ബൈ. ഈ പടികേറി പണ്ടായിട്ട് നടുകൂടിയെന്നാ തോന്നുന്നത്. ബൈ ടാറ്റാ. ഇനി എങ്ങാനും നീ പാടിയാ നിന്റെ ബനാന മിൽക്കിന് ഞാൻ വിമ്മ കളിക്ക് തരും. നിങ്ങൾക്ക് അസൂയ പെണ്ണുപിള്ളെ. ഞാൻ ഐസ്ക്രീം വാങ്ങിട്ട് വരാം. ടിങ് ടിങ് ടിങ്.